മണിപ്പൂരിൽ കൊല്ലപ്പെട്ട ഒരു പാസ്റ്ററുടെ മകൻ സംസ്കാര ചടങ്ങിൽ ഘാതകരോട് ക്ഷമിച്ചു. മണിപ്പൂരിലെ കാംബോപ്പി ജില്ലയിൽ കൊല്ലപ്പെട്ട 3 താഡോ ചർച്ച് നേതാക്കളുടെ സംസ്കാരം മെയ് 15 മോട്ട്പേങ്ങിലെ താഡോ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ ഇന്ത്യ ചർച്ച് വളപ്പിൽ നടന്ന സംസ്കാര ശുശ്രൂഷയിൽ വൻ ജനാവലി പങ്കെടുത്തു. താഡോ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ഡോ. റവ. വുദാൻ സിറ്റ് ലൗ റവ. കോഗോലുൻ, പാസ്റ്റർ പാഗോ ഗൗദലൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മെയ് 13 പുരാചന്ദ്പൂരിൽ നടന്ന യുണൈറ്റഡ് ബാപ്റ്റിസ്റ്റ് കൺവെൻഷൻ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങുന്നതിനിടെയാണ് മൂവർക്കും പതിയിരുന്നുള്ള ആക്രമണത്തിൽ വെടിയേറ്റത്. അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റു പാസ്റ്റർമാർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവർ ചികിത്സയിലാണ്. കൊല്ലപ്പെട്ട റോ. ഡോ. സിറ്റ് ലൗവിന്റെ മകന് ഹവേമിൻലുൻ സിറ്റ് ലൗ സംസ്കാര ശുശ്രൂഷാ വേളയിൽ എഴുന്നേറ്റ് നിന്ന് സ്വന്തം സമൂഹത്തോടും സംസ്ഥാനത്തെ മുഴുവൻ ജനതയോടും പ്രത്യേകിച്ച് മെയ്തീൻ, കുക്കികൾ, നാഗന്മാർ എന്നിവരോടായി ഇപ്രകാരം പറഞ്ഞു: മെയ് 13 ചൊരിയപ്പെട്ട രക്തം ത്യാഗപരമായ രക്തം ആയിരിക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ സമാധാനം, രക്ഷ, നീതി, ഐക്യം എന്നിവ കൊണ്ടുവരുന്ന രക്തം. നമ്മുടെ രക്തം, നമ്മുടെ പ്രതികാര നടപടികൾ നമുക്ക് നിർത്താം. നമ്മൾ ക്രിസ്തുവിന്റെ മക്കളല്ലേ? അസൂയ, സ്വാർത്ഥത, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന അത്യാഗ്രഹം ഇവയാണ് നമ്മുടെ നാട്ടിൽ കുഴപ്പങ്ങളും കലാപങ്ങളും അനീതിയും കൊണ്ടുവരുന്നത്. പിന്നെ ക്ഷമയുടെ വാക്കുകൾ: കർത്താവിന്റെ നാമത്തിലും സമാധാനത്തിന്റെ വിശാലമായ താൽപ്പര്യങ്ങളിലും എന്റെ പിതാവിനെ കൊന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. അദ്ദേഹം പറഞ്ഞു.